theborderofamindcom എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ ചർച്ചാ പരമ്പരയുടെ പുതിയൊരു ഭാഗത്തേക്ക് സ്വാഗതം. അതെ, ഈ വെബ്സൈറ്റ് അജ്മലിന്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് ആണല്ലോ. ശരിയാണ്. നമ്മളിലെല്ലാമുള്ള ആ ഒരു ജിജ്ഞാസയും അത്ഭുതമൊക്കെ കണ്ടെത്താനും ആഘോഷിക്കാനുമുള്ള ഒരിടം. അതെ, അദ്ദേഹത്തിന്റെ ചിന്തകൾ, പിന്നെ പ്രതിഫലനങ്ങൾ, എഴുത്തുകൾ, കല, അങ്ങനെ പലതും അവിടെ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അജ്മലിന്റെ മൈൻഡ് ഓഫ് ഡൈനാമിക് എക്സ്പ്ലോറേഴ്സ് എന്നൊരു ബ്ലോഗ് പോസ്റ്റിലാണ്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണല്ലോ അത്. അതെ, അപ്പോ നമുക്കിതൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. നമ്മൾ സാധാരണ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളുമൊക്കെ ഒരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാറുണ്ടല്ലേ? മിക്കവാറും അതെ, നമ്മൾ കാണുന്നതാണ് ശരിയെന്ന്. എന്നാൽ അജ്മൽ ചോദിക്കുന്നത്, ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ ഈ കഥകളൊക്കെ, അതായത് നമ്മുടെ വ്യക്തിപരമായ ചരിത്രങ്ങൾ, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, സാംസ്കാരിക ചിട്ടപ്പെടുത്തലുകൾ എന്നൊക്കെ പറയില്ലേ, അതെ അതെ, അതുപോലെ നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് വിവരങ്ങളെ ഫിൽറ്റർ ചെയ്യുന്നത്, ഇതൊക്കെ പ്രതിഫലിക്കുന്ന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ പോലെയാണെങ്കിലോ എന്നാണ്. ശരിയാണ്. ഇവിടെ ഏറ്റവും രസകരമായൊരു കാര്യം, ഒരേ സംഭവം, പക്ഷെ ഓരോ വ്യക്തിയും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. ശരിയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ടും വിശ്വാസങ്ങളും ഒക്കെ അനുസരിച്ച്. അതെ, ഒരാൾക്ക് പൂർണ്ണമായും ശരിയെന്ന് തോന്നുന്നത് അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ അത്ര ശരിയായി തോന്നണമെന്നില്ല, ഒരുപക്ഷെ വിചിത്രമായി തോന്നിയേക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അജ്മൽ പറയുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങാതെ അവയെ കുറച്ചുകൂടി സിമ്പിളായിട്ട് കാണാൻ, മറ്റുള്ളവരുടെ വീക്ഷണങ്ങളോട് ഒരു തുറന്ന മനസ്സോടെ, ഒരു ജിജ്ഞാസയോടെ ഇരിക്കാൻ. അത് നല്ലൊരു പോയിന്റാണ്. ഇത് നമ്മുടെ ആ ഒരു പരിമിതമായ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? നമ്മുടെ കാഴ്ചപ്പാടുകളെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങളെ അങ്ങനെയൊന്ന് മാറ്റിവെക്കാൻ? അതൊരു വലിയ ചോദ്യമാണ്. എളുപ്പമല്ല, തീർച്ചയായും. എന്നാൽ ഇതിനെ ആ ഒരു വലിയ ചിത്രവുമായി കണക്ട് ചെയ്താൽ, അതായത് സത്യമെന്ന് പറയുന്നത് ആരുടെയും ഒരു കുത്തകയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ, ശരിയാണ്, അപ്പോ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ സ്വീകരിക്കാൻ നമ്മൾ കുറച്ചുകൂടി തയ്യാറാവല്ലേ? അജ്മൽ പറയുന്ന പോലെ അപ്പോഴാണ് നമ്മൾ ഈ എല്ലാം അറിയുന്നവർ എന്ന നിലയിൽ നിന്ന് ആ ഒരു ഭാവം വിട്ട്, അതെ, ഒരുമിച്ച് നമ്മുടെ കൂട്ടായ അനുഭവങ്ങളിലൂടെയും അർത്ഥങ്ങളിലൂടെയുമൊക്കെ കൂടുതൽ നല്ല ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഊർജ്ജസ്വരരായ പരിവേക്ഷകരായി മാറുന്നത്. ഈ ഊർജ്ജസ്വരരായ പരിവേഷകർ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നുവെച്ചാൽ നിരന്തരം പഠിക്കാൻ തയ്യാറുള്ളവർ, മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സുള്ളവർ, നമ്മുടെ ധാരണകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം, അത് പൂർണ്ണമല്ല എന്നൊരു തിരിച്ചറിവുള്ളവർ, അങ്ങനെയുള്ളൊരു മനോഭാവം. ഓക്കെ, ഈ ബ്ലോഗ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അജ്മൽ കൊടുത്തിട്ടുള്ള ടാഗുകൾ നോക്കൂ. അനുഭവങ്ങൾ, തത്വചിന്ത, പിന്നെ പോഡ്കാസ്റ്റുകൾ, ചിന്തകൾ, ഇതൊക്കെ ഈ പറഞ്ഞ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ശരിയാണ്. നമ്മുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ എത്ര പ്രധാനമാണെന്നും, എന്നാൽ അതേസമയം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുതിയ ധാരണകൾക്കായിട്ട് ഒരു തുറന്ന മനസ്സ് വേണമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും അജ്മലിന്റെ ഈ ചിന്തകളെപ്പറ്റിയും അദ്ദേഹത്തിന്റെ കല, മറ്റു പ്രതിഫലനങ്ങൾ, ഇതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ദ ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന ബ്ലോഗ് നോക്കുന്നത് നന്നായിരിക്കും. അതെ, എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അതൊരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണല്ലോ. അതെ, അദ്ദേഹത്തിന്റെ യാത്രയുടെ ഒരു പ്രതിഫലനം. അവിടെ ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ പോഡ്കാസ്റ്റുകളും ലഭ്യമാണ്. ശരിയാണ്. ഈ ചർച്ചാ പരമ്പരയിലെ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി, ഒരു ചെറിയ ചിന്ത. മറ്റൊരാളുടെ, ഒരുപക്ഷെ നമ്മളുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്, അത് ശ്രദ്ധയോടെ കേട്ടപ്പോൾ നമ്മുടെ സ്വന്തം ചിന്താഗതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നൊരു സന്ദർഭം ഓർത്തെടുക്കാൻ പറ്റുമോ? ചിന്തിക്കേണ്ട വിഷയമാണ്. അതെ, അജ്മൽ പറയുന്ന ആ ഒരു കൂട്ടായ ധാരണകൾ ഒരുമിച്ച് സൃഷ്ടിക്കുക എന്ന ആശയം, ഒരുപക്ഷെ അതവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ.